സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ ഗാനിമൈഡ് ആണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? വ്യാഴം. അപ്പോൾ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്. ഏറ്റവും വലിയ ഉപഗ്രഹം വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ ഗാനിമൈഡ് ആണ്. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? മെർക്കുറി. വലിയ ഗ്രഹം വ്യാഴം അഥവാ ജൂപ്പിറ്റർ ആണ്. ചെറിയ ഗ്രഹം ഏതാണ്? മെർക്കുറി. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എത്ര മിനിറ്റാണ് വേണ്ടത്? 8 മിനിറ്റാണ് സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ വേണ്ടത്. എത്ര മിനിറ്റാണ്? 8 മിനിറ്റ്. അപ്പോൾ ഒരു സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എത്ര മിനിറ്റ് വേണം? 8 മിനിറ്റ് വേണം. സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ഏതാണ്? ബുധൻ. സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം ബുധനാണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? വ്യാഴമാണ്. ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? മെർക്കുറിയാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ഏതാണ്? ബുധൻ. ഹൈഡ്രജനെ കൂടാതെ സൂര്യനിലുള്ള ഒരു പ്രധാന വാതകം ഏതാണ്? ഹീലിയം. ഹൈഡ്രജനെ കൂടാതെ സൂര്യനിലുള്ള ഒരു പ്രധാന വാതകം ഏതാണ്? ഹീലിയമാണ്. സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ഏതാണ്? മെർക്കുറി, വീനസ്. സൗരയൂഥത്തിൽ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? മെർക്കുറിയും വീനസും. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ ഗാനിമൈഡ് ആണ്. സൂര്യഗ്രഹണത്തിനു തൊട്ടു മുമ്പായി ചക്രവാളത്തിൽ കാണുന്ന പ്രകാശമുത്തുകളുടെ മാല പോലെയുള്ള പ്രതിഭാസം എന്താണ്? ബെയ്ലീസ് ബീഡ്സ് ആണ്. എന്താണ്? ബെയ്ലീസ് ബീഡ്സ്. സൗരയൂഥത്തിൻ്റെ ഉത്ഭവത്തിന് കാരണമെന്ന് ശാസ്ത്രം കരുതുന്ന ബിഗ് ബാങ് തിയറിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ജോർജ് ഗാമോ ആണ്. സൂര്യൻ്റെ ഉപരിതലത്തിലെ തിളക്കമേറിയ ഭാഗങ്ങൾക്കുള്ള പേര് എന്താണ്? ഫാക്കുലി. എന്താണ്? ഫാക്കുലി.